വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഏറെ ആകാംക്ഷയോടെയാണ് മുന്നണികൾ കാത്തിരുന്നത്. നഗരസഭയിൽ ഭരണം തുടരാൻ UDFും പിടിച്ചെടുക്കാൻ LDFും ശക്തമായി മത്സര രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകൾ UDFിന് നൽകിക്കൊണ്ട് ജനം വിധി എഴുതി. UDF തുടരട്ടെ. കേരളത്തിലെ UDF ട്രെൻഡിനൊപ്പം മഞ്ചേരിയും ഒഴുകി. മഞ്ചേരിയിൽ UDF തരംഗം. മഞ്ചേരിയിലെ 53 വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 36 സീറ്റിലും വിജയിക്കാൻ UDFിന് സാധിച്ചു. പ്രവചനങ്ങൾക്ക് വിപരീതമായി 16 സീറ്റുകൾ മാത്രമാണ് LDFിന് നേടാനായത്. മേലാക്കം വാർഡിൽ BJPക്ക് കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റ് തിരിച്ചുപിടിച്ചു. നേരത്തെ 50 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. വാർഡ് വിഭജനം പൂർത്തിയായതോടെ 3 വാർഡുകൾ വർദ്ധിച്ചു. ഇരു മുന്നണികളും 53 വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തി. കഴിഞ്ഞ തവണ 28 സീറ്റ് നേടിയാണ് UDF അധികാരം പിടിച്ചെടുത്തതെങ്കിൽ ഇത്തവണ 36 സീറ്റുകൾ നേടാനായി എന്നത് മിന്നും വിജയമാണ്. LDFും UDFും 53 വാർഡുകളിലും മത്സരിക്കുമ്പോൾ BJP 15 വാർഡിലും മത്സര രംഗത്തുണ്ടായിരുന്നു. SDPI 7 വാർഡിലും വെൽഫെയർ പാർട്ടി 4 വാർഡിലും മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. മുള്ളമ്പാറയിലെ UDFിന്റെ കോട്ട തകർത്തുകൊണ്ട് LDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ വിജയിച്ചു. വിജയാഘോഷത്തിലാണ് മഞ്ചേരി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.